പ്ലാൻ ഡി, ദുബായ് മാൾ. അങ്ങനെ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ പ്ലാന് ഫ്ലോപ്പ് ആയതിന്റെ പേരിൽ അടുത്ത പ്ലാൻ പിന്നത്തേക്ക് മാറ്റി വെച്ചിരുന്ന ഒരു കാര്യം ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 3-4 വർഷമായി ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു വാലറ്റ് വാങ്ങിച്ചിട്ട് ആ വാലറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് ഇപ്പൊ നമ്മള് ദുബായ് മാളിലോട്ട് കയറാണ്. എനിക്കൊരു പുതിയ വാലറ്റ് വാങ്ങിക്കണം സ്ട്രൈറ്റ്. സോ അതിനകത്ത് കയറിയിട്ട് എനിക്ക് ഇപ്പോഴും ഐഡിയ ഇല്ല എങ്ങനെ, ലൈക്ക് എനിക്ക് എപ്പോഴും ഫോട്ടോ വെക്കുന്ന വാലറ്റ് കേട്ടോ ഞാൻ യൂസ് ആക്കുന്നത്. ഇത്രയും വർഷമായിട്ട് 7 വർഷമായിട്ട് വാലറ്റ് ഫോട്ടോ അകത്ത് വെക്കാൻ പറ്റുന്നത്. അത് ഞാൻ എൻ്റെ പേഴ്സ് കാണിച്ച് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ഉള്ളത് കിട്ടിയാൽ ഞാൻ അങ്ങനെ ഉള്ളത് തന്നെ വാങ്ങിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു വാലറ്റ് ഞാൻ വാങ്ങിക്കും. ഇന്ന് എന്തായാലും വാലറ്റ് വാങ്ങിച്ചേ തീരൂ. അതെങ്കിലും ഒന്ന് നടക്കണം. കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അന്ന് ഒരു ലോ എനർജി ഉണ്ടാവും. എനിക്ക് അത് ആദ്യം ഉണ്ടായി. ഇപ്പൊ ഞാൻ ആ എനർജിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബിക്കോസ് ഇത് പിന്നെ എപ്പോഴത്തേക്കും മാറ്റി വെച്ചതാ. ഇന്ന് തന്നെ നടക്കട്ടെ. അകത്ത് കയറിയതിനു ശേഷം ഞാൻ ഏത് ബ്രാൻഡാണ് വാങ്ങിക്കാൻ പോകണമെന്നുള്ള തീരുമാനിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ പോയിട്ടുള്ള മുന്നത്തെ ബ്ലോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം, അതിന്റെ തൊട്ടടുത്താണ് ദുബായ് മാള്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാളിൽ പോയാനെ. ദുബായ് മാൾ ആകുമ്പോൾ കുറെ കൂടെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇനി ഉള്ളിൽ കയറിയതിന് ശേഷം ഞാൻ ബാക്കി പറയാം. ബിക്കോസ് ഇതിന്റെ ഉള്ളിൽ ഇരുട്ടാണല്ലോ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്തെത്തിയപ്പോഴാണ് ഞാൻ വ്ലോഗ് തന്നെ ചെയ്യാൻ മറന്നല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. ആദ്യം വണ്ടി പാർക്ക് ചെയ്യട്ടെ, ദെൻ ബാക്കിയുള്ള വിശേഷങ്ങളോട് കിടക്കാം. ഞാൻ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് എസ്കലേറ്റർ വഴിയാണ് കയറിയത്. ലിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ചൈന ടൗണിലോട്ട് കയറി. അത് ഈ ലിഫ്റ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് കിട്ടത്തില്ല ഈ സ്ഥലം. ഇങ്ങോട്ട് വരണം എന്നാണ് വന്നതല്ലേ. പക്ഷെ എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ തവണ വന്നിട്ടുള്ളൂ. ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാവേ. നമുക്ക് ഈ എന്താ പറയാ, ഈ ചൈനീസ് എപ്പോഴും മെൻചാണെന്ന് പറയുമ്പോഴത്തേക്ക് ചീപ്പായിട്ടല്ലേ കാണുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാവേ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ദുബായ് മാളാണല്ലോ, കാണിക്കാം കേട്ടോ. ഞാൻ വന്നത് വാലറ്റ് വാങ്ങാനാണെങ്കിലും നോക്കിക്കേ, ഇവിടെ ഫുള്ള് ബാഗൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ. വാലറ്റ് ഉണ്ട് പക്ഷേ. Hi, Mama. ഹായ്. Maybe you like some wallets. യെസ്, ഐ എം ലുക്കിംഗ് ഫോർ വൺ വാലറ്റ്. But this one, Mom, it's a card holder. But you can put some money also, but it's like this one. And this one, കാർഡ് Mom? ഹോൾഡർ നോ, ലൈക്ക് ദിസ് വൺ. ഐ വിൽ ഷോ യു. ഷൽ ഐ ഹാവ്? അവിടെ കാണുന്ന ബാഗ് എല്ലാം എടുക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. ഓൾറെഡി എനിക്ക് ഇഷ്ടം പോലെ ബാഗ് ഉണ്ട്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ബാഗ് എടുക്കാനല്ല, വാലറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാ. എനിക്ക് 1-2 ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏകദേശം ഒരു 350, 400 അങ്ങനത്തെ റേഞ്ചാണ്. ഇപ്പൊ നമ്മളുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് വാലറ്റ് വാങ്ങിക്കാൻ ഉള്ളതായതുകൊണ്ട് മാത്രം ഞാൻ എടുക്കാതെ വന്നു. ബിക്കോസ് ഒരുപാട് യൂസ് ചെയ്യാത്ത പുതിയ പുതിയ ബാഗൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ബാഗ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ വെച്ചിട്ട് വീണ്ടും വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര മടി തോന്നി. ഇവിടെ വേറൊരു സ്ഥലം നോക്കിയിട്ട് ഇതിനകത്ത് കയറിയത് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഫൗസിയാന്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. കാണാത്ത ആൾക്കാർക്ക് ഞാൻ താഴെ മെൻഷൻ ആക്കിയിട്ടുണ്ട്, കയറി കണ്ടോളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു നല്ല ഷോപ്പ് കണ്ടെത്തട്ടെ. എനിക്ക് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ബിക്കോസ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന വാലറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 വർഷം ആവാനായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ ഒരുപാട് കാലം ഉപയോഗിക്കേണ്ടതാ. നല്ലത് തന്നെ വേണം. ഈ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാട്ടോ ആ ചൈന ടൗണിലോട്ട് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഒരുപാട് സമയം വേസ്റ്റ് ആകും. കാരണം വേറെ പ്ലാനൊക്കെ ഉണ്ട്. ഇത് വാങ്ങിച്ചിട്ട് വേണം എനിക്ക് ദുബായിക്ക് തിരിച്ചെത്താൻ വേണ്ടി. ഈ സ്ഥലത്തൊക്കെ ഞാൻ വന്നിട്ടുള്ള എന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. താഴെ ഞാൻ മെൻഷൻ ആക്കുന്നുണ്ട്, അത് കയറി കണ്ടോക്കൂട്ടോ. അപ്പൊ നമുക്ക് അറിയാം ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം എന്നുള്ളത്. ഓക്കെ, ഞാൻ വല്ലയിടത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും കണ്ടാൽ കയറി നിൽക്കും. അങ്ങനെ എന്റെ ഒരുപാട് സമയങ്ങൾ പലപ്പോഴും വേസ്റ്റ് ആവാറുണ്ട്. ഇന്നത്തെ നമുക്ക് വേസ്റ്റ് ആക്കാനുള്ളതല്ല. ഇന്ന് നടക്കും അറിഞ്ഞൂടാ. ഇന്നത്തെ ദിവസം നമുക്ക് 3G ആയിട്ട് പ്രഖ്യാപിക്കാം. ഗൈസ്, ജോർദാനില് ഞാൻ പോയപ്പോ ആ ആ വുമനൈസർ എന്റെ ഈ സെയിം സ്പെക്സ് ആണ് അടിച്ചോണ്ട് പോയത്. ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയപ്പോ ഡിയാൻജിയുടെ സെയിം സ്പെക്സ്. പിന്നെ ഇവിടെ ആൾക്കാർ ചോദിച്ചു, ഞാൻ ഊരിക്കൊടുത്തതാണ് എന്ന്. ഇതിന്റെ റേറ്റ് ആണേ 1837 ദിർഹംസ്. കണ്ടോ ഈ സാധനം? ഒരു ഒരു ഡാഷ് മോനെ ഞാൻ ഊരിക്കൊടുത്തു എന്ന് പറയാൻ അവൻ എന്റെ കാമുകനോ എന്റെ അമ്മയുടെ മോനോ ഒന്നുമല്ല. അതൊന്ന് മനസ്സിലാക്കണം. ഇത്രയും വിലപിടിപ്പുള്ള സാധനം അവൻ പറിച്ചെടുത്താണ് എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഇന്ന് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇത് തന്നെ വീണ്ടും എടുത്തപ്പോ എനിക്ക് എന്തോ ഇവിടെ ഒരു വെപ്രാളം വരുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഒരു സാധനം ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരെണ്ണം ഉണ്ട്, റേബാന്റെ. അതുമാണ് എനിക്ക് ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് എന്റെ മുഖത്തിന് സ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഞാൻ അത് എടുക്കും കേട്ടോ. പൈസ ഒന്നും നമുക്കൊരു പുത്തിരിയല്ല. പൈസ പോയിട്ട് പവർ വരട്ടെ. ഈ സെയിം സാധനമാണ് അവന്റെ കണ്ണിലിടുന്നത്. ആ ബ്ലഡി പട്ടി ചെറ്റ. എടുക്കട്ടെ. മൈ ഗോഡ്,
എടുക്കാം അല്ലേ? ചോദിച്ചോക്കട്ടെ, ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഏകദേശം സെയിം റേറ്റ് തന്നെ, ബട്ട് ഇപ്പോൾ 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ വന്ന എന്തിനാണെന്നറിയോ? ഞാൻ വന്നത് വാലറ്റ് എടുക്കാൻ. പക്ഷെ അവസാനം ഞാൻ ദാ ഈ ഒരു സ്പെക്സ് എടുക്കാൻ, സൺഗ്ലാസ് എടുക്കാൻ പോവാണ്. ഇതിന്റെ കേസ് ഒക്കെ എന്റെ വീട്ടിലുണ്ട്. ആ സ്പെക്ക് മാത്രമാണ് ആ ഡാഷ്മോൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ഞാൻ ഇപ്പൊ ഏകദേശം 2 മാസം കഴിഞ്ഞു ആ സ്പെക്സ് പോയിട്ട്. അതിനുശേഷം ഞാൻ ഡേ ടൈം കാണാറില്ല. കാരണം എനിക്ക് മൈഗ്രെയിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ പോർഷെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല. എനിക്ക് ഈ വെയിലത്ത് വെളിയിലിറങ്ങി കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും. അതുകൊണ്ടാണ് ഞാൻ സൺഗ്ലാസ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് മുതൽ ഞാൻ എന്റെ സൺഗ്ലാസിൽ ഇന്നൊരു തീരുമാനം എടുത്തതാണ്. രാവിലേക്ക് എണീക്കണം, പുറത്തൊക്കെ പോകണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. നമ്മള് ഒരു കാര്യത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മളെ തേടി വരും. ഇത് ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിനു വേണ്ടി വന്നതേ അല്ല. പക്ഷെ ഞാൻ അത് എടുക്കുന്നു. മൈ ഗോഡ്. NNAH. യെസ്. Before discount, at 24%, അക്കൗണ്ടൊക്കെ കാലിയാവും. 1378. 1370. 1378 dirhams. Let me just check your message. ഇത് റെയ്ബാൻ്റെ ഒരു സൺഗ്ലാസ് ആണ്. ഇതും എനിക്ക് ഇഷ്ടമായി, പക്ഷെ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ അതെടുത്തു. ഇനി എങ്ങാനും ഞാൻ ട്രാവൽ ചെയ്യുമ്പം ഏതെങ്കിലും മരപ്പച്ച എന്റെ സൺഗ്ലാസ് ഓടാണെങ്കിൽ എന്നെ തൊട്ടാലും കുഴപ്പമില്ല, എന്റെ സൺഗ്ലാസ് ഓടാൻ ഞാൻ സമ്മതിക്കാം. കൈ ഞാൻ വെട്ടും, ഉറപ്പിച്ച്. കാരണം ചില്ലറ നഷ്ടങ്ങളൊന്നും അല്ല, ധനനഷ്ടം, മാരഹാനി, എന്തൊക്കെയാ സംഭവിച്ചത്. അതിനുശേഷം ഞാൻ ഒരു ട്രാവൽ ചെയ്തിട്ടില്ല, അറിയോ? രസമുണ്ട്. ഇത് കൂടെ അങ്ങ് എടുത്താലോ? 792. 25% ഓഫ് ഉണ്ട്. ചോദിച്ചോക്കട്ടെ. ഞാൻ 2 എടുത്തു. Thank you. Most welcome. The invoice you could receive in the WhatsApp. Yeah, I got it. Yes, yeah. Thank you. Visit us again, please. Sure. Thank you so much. Have a Guys, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഞാൻ ഒരുപാട് വിഷമിച്ചു ഉച്ചയ്ക്കല്ല, വൈകുന്നേരം. ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ 2 സൺഗ്ലാസ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് റെയ്ബൻ ആണ്, കുറെ കാലങ്ങൾക്ക് മുന്നേ. പക്ഷെ ആ സാധനം ഒരു ഫ്രണ്ടിന്റെ കാറിൽ ഞാൻ മറന്നു വെച്ചതിന് ശേഷം പിന്നെ എനിക്കത് തിരിച്ചിട്ടിട്ടില്ല. അറിയാലോ, ഈ സൺഗ്ലാസസ് എന്ന് പറഞ്ഞ സാധനം, അതുപോലെ ഈ ബോയ്സിനൊക്കെ ഈ വാച്ച് എന്നൊക്കെ പറയുമ്പോൾ എവിടെയും അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിച്ചു വെച്ചവന് സ്വന്തം. ഐ മീൻ ആർക്ക് കിട്ടുന്ന അവന് സ്വന്തമാണ്. എന്റെ കാര്യം അങ്ങനെയാണ്. ഞാൻ എന്റെ റെയ്ബാൻ അങ്ങനെ നഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ തിരിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് എവിടെ വെച്ച് മിസ്സായി. ബട്ട് അയാളല്ല, അയാളുടെ ഏതോ ഫ്രണ്ട്സോ ആരോ എടുത്തുകൊണ്ട് പോയി. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരാളല്ല. രണ്ടാമത്തെ എന്റെ സൺഗ്ലാസിന്റെ കഥ നിങ്ങൾക്കറിയാം, അത് എവിടെ പോയി എങ്ങനെ പോയി എന്നൊക്കെ ഉള്ളത്. അതിന്റെ വിഷമോ ഇതിന്റെ വിഷമോ ഒക്കെ ആയിട്ട് കുറെ ദിവസങ്ങളിലായിട്ട് ഞാൻ ഈ സൺഗ്ലാസിന്റെ പേരിൽ ഒരുപാട് എനിക്ക് വിഷമങ്ങൾ വന്നു. ബട്ട് ഇപ്പൊ ഞാൻ 2 ഒരുമിച്ച് വാങ്ങിച്ച്. 2 ആ റേവനും ശരി, ഡിയാൻജി, ഡോൾസെ ആൻഡ് ഗബ്ബാനയുടെ 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് എന്റെ നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ തന്നെ ഏകദേശം 1885 dirhams ആയിരുന്നു. ബട്ട് ഇപ്പൊ 2 കൂടെ ചേർത്തിട്ട് 2000 dirhamsന് കിട്ടിയിട്ടുണ്ട്. കാരണം 25% ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 25 അല്ല, ഈച്ച് ഐറ്റംസിന് 25% ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. അന്ന് ഒരെണ്ണം വാങ്ങിച്ച പൈസക്ക് ഇന്ന് 2 കിട്ടി. എനിക്ക് വാലറ്റ് ഒന്നും വാങ്ങിക്കണ്ട, ഞാൻ വീട്ടിൽ പോകണമെന്ന്. ഒന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. പെട്ടെന്ന് നേരം വെളുത്ത മതി, എനിക്കിത് വെക്കണം. വാലറ്റ് എടുക്കാൻ വന്ന ഞാൻ വാലറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എടുക്കുന്നുണ്ട്. നൈസ്. കാലിട്ട് കാണിക്കാൻ കാല് അത്ര വെടുപ്പ് പോരെ ഗൈസ്. No, this is okay. Thank you. Actually, വാലറ്റ് എടുക്കാവുന്നതാണ്, ബട്ട് വാലറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം എടുക്കുന്നുണ്ട്. അല്ല, ആൽഡോനകത്ത് ഞാൻ വന്നത് വാലറ്റ് എടുക്കാനല്ല. 2 ദിവസം മുന്നേ ഞാൻ ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ആൽഡോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവിടെ സൈസ് ഇല്ല. അങ്ങനെ ഇന്ന് ഇവിടെ ചെക്ക് ചെയ്തതാ സൈസ് ഉണ്ടോന്ന്. അപ്പൊ സൈസ് ഉള്ളത് കൊണ്ട് ഞാൻ അത് ഓൾറെഡി നോക്കി വെച്ചതാ. ഇനി നമുക്ക് അടുത്തത് വാലറ്റ്. ഇന്ന് എന്തിനിറങ്ങിയോ അത് നടക്കൂല എന്നുള്ള എനിക്ക് മനസ്സിലായി. ഇറങ്ങിയിട്ട് ആദ്യത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
നടന്നിട്ടില്ല. ഇന്ന് വാലറ്റിന് ഇറങ്ങി, അത് നടക്കും തോന്നുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും കാണാൻ അതിന്റെ പുറകെ ഞാൻ പോകും. ഈ ചെരുപ്പ് ഞാൻ നേരത്തെ നോക്കി വച്ചിരുന്നതാ, അതിന്റെ സൈസ് ഇവിടെ കണ്ടോണ്ട് മാത്രം എടുത്തതാ. അതിവിടെ ഉണ്ടോ നോക്കാൻ കയറിയതാ. ബിക്കോസ് ഈ ചെരുപ്പിന്റെ സ്റ്റോറി ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതുമായിട്ട് ലിങ്ക് ചെയ്തൊരു ആൽഡോ സ്റ്റോറി എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇന്ന് എന്ത് ഷോപ്പിംഗ് ഡേയാ? അങ്ങനെ ഞാൻ അതും വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത് എങ്ങോട്ടെന്നുള്ള എനിക്ക് അറിയാൻ പാടില്ല. എത്തിയതിനു ശേഷം ഞാൻ പറയാം. കാരണം ഞാൻ പറഞ്ഞിട്ടൊന്നും നടന്നിട്ടില്ല. ഇന്ന് പറയാത്ത കാര്യങ്ങളും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. സോ എനിക്കിന്നെ അറിയാൻ പാടില്ല അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത്. മിക്കവാറും ഫുഡ് അടിയായിരിക്കും. ഞാൻ പറഞ്ഞ എന്തിനാ നടക്കാതിരിക്കാൻ? ഫുഡ് വേണ്ട ഗൈസ്. ചാടു ചാടുന്നേ, ചടണ്ട. ഞാൻ ആദ്യമായിട്ട് യു എയിൽ വന്നപ്പോ, ഐ മീൻ ദുബായ് മാളിലോട്ട് വന്നപ്പോ ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഈ വാട്ടർഫാൾ സെറ്റപ്പ് ഒക്കെ നമ്മൾ ഈ ഒരു മോളിന്റെ ഉള്ളിൽ കാണുമ്പോൾ ഉള്ള ഒരു അത്ഭുതം ഇല്ലേ, ആ ഒരു അത്ഭുതം. ഇപ്പൊ എനിക്ക് അത്ഭുതമൊന്നുമില്ല, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു സൈഡിലോട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമായിട്ട് വന്നതല്ല കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് അധിക പക്ഷം ഇവിടെ ആൾക്കാർ കുറവ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. കുറവൊന്നുമില്ല, ആൾക്കാരൊക്കെ ഫോട്ടോ ഇട്ടൊന്നും ഇല്ല. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം നമ്മളും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ അവരവരെ പാടിന് വിട്ടുകൊടുക്കാം. നമ്മൾ വന്ന് എന്തിനാന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകുന്നു. ഇതുവരെ വന്നിട്ട് ഞാൻ ഇത് കാണിക്കാണ്ട് പോയാൽ എങ്ങനെയാ? ഇവിടെ ഞാൻ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവാ? ഗസ് ചെയ്യണ്ട, ഞാൻ തന്നെ പറയാം. സമയം എന്തായി? ഓക്കെ, 7:30 ഒരു അരമണിക്കൂറിലും ഇവിടെ നമുക്ക് വാട്ടർ ഫൗണ്ടൻ കാണാൻ പറ്റും. കറക്റ്റ് സമയത്ത് നമ്മൾ വന്നിരിക്കുന്നേ. ഞാൻ വന്നില്ല, കാണിക്കാം. വെള്ളം നിറയ്ക്കുന്ന അവിടെ നിൽക്കുന്ന ആൾക്കാർ കുളിക്കുന്നേ. നോക്കട്ടെ. നമ്മള് വന്ന കാര്യം കുറച്ച് വെള്ളം തെറിച്ചാലുണ്ടോ? ഇനി അടുത്ത 8 മണിക്ക് അടുത്ത വെള്ളച്ചാട്ടം 8 മണിക്ക്. അയ്യോ, പുറത്ത് ഫുള്ളാണ്, അകത്തിരിക്കണം. അല്ലെങ്കിൽ നല്ല വ്യൂ കണ്ടോണ്ടിരുന്ന് കഴിക്കായിരുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവല്ലോ, ഞാൻ ഫുഡ് അടിക്കാനാണ് വന്നത്. ഇവിടെ കണ്ടോണ്ട് പെട്ടെന്ന് കയറിയിരുന്നു. ചോദിച്ചു നോക്കാം ഇരുത്തോന്നുള്ള, ചിലപ്പോ ഒക്കെ തീട്ടിട്ടു നമ്മളെ വേറെ അല്ല. അവിടെ നല്ല കേട്ടോ വെള്ളം. മഴ പെയ്യുന്നതാണോ? എവിടെ നിന്ന് വെള്ളം തെറിക്കുന്നേ? വെള്ളം ഞാൻ വിചാരിച്ചു അവിടെ നിന്നായിരിക്കും. ഞാൻ തെറ്റിദ്ധരിച്ചു ഗൈസ്. വെള്ളം മണ്ടെന്നാ വീഴുന്നത് ഗൈസ്. അങ്ങനെ എനിക്ക് വലുതായിട്ട് വിശന്നിട്ടൊന്നുമല്ല. ഈ വഴിക്ക് പോയപ്പോ നാൻഡോസ് കണ്ടത് കൊണ്ട് മാത്രം. ഇത് ആസ് ഓൾവേസ് വാങ്ങിക്കുന്ന ചിക്കൻ ലിവർ, പിന്നെ ഇത് ഹുമൂസ് വിത്ത് പുൾഡ് ചിക്കൻ. കഴിക്കുന്നൊന്നും ഞാൻ കാര്യമായിട്ട് കളി, ഇത് എപ്പോഴും ഞാൻ കാണിക്കുന്ന സാധനം, അതുകൊണ്ട് ജസ്റ്റ് കഴിക്കാൻ വന്നു. ദാറ്റ്സ് ഇറ്റ്. 8 മണിയായി, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അടുത്ത വാട്ടർ ഷോ നടക്കുമ്പോ തന്നെ ബുർജ് ഖലീഫയിൽ ഇതുപോലെ ഇങ്ങനെ ലൈറ്റിങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്റെ കണ്ണിൽ ഉറക്കം. എനിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ വയറ് തന്നപ്പോ ഉറക്കം വരുന്നു. വല്ല കാര്യം നടന്നില്ല ഇതുവരെ.
ഇവിടുത്തെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ കൂടി ഇരുന്നു. സോ നല്ല ഉറക്കം വരുന്നുണ്ട്. വാലറ്റ് എന്തായാലും വാങ്ങിക്കുന്നില്ല, പകരം ഒരു മൂവിക്ക് പോവാണ്. അപ്പോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും വാലറ്റ് വാങ്ങിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, അകത്ത് പോയിട്ട് ഞാൻ പറയാം. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. പുറത്ത് ഭയങ്കര സൗണ്ട് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇന്ന് എന്തായാലും വാലറ്റ് വാങ്ങിക്കൽ നടക്കൂല. ഇത്ര വൈകിയോണ്ട് എനിക്ക് മനസ്സിലായി. കാരണം മൂവി 10 o'clock ഇപ്പൊ 8:30 മണിയായി. ഇവിടെ നിന്ന് വണ്ടി കണ്ടുപിടിച്ച് അതിൽ കയറി ദുബായിലെത്തി ഫുഡ് എന്തായാലും ഇച്ചിരി കഴിച്ചോണ്ട് ഇനി വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോ വൈൻഡപ്പ് വാലറ്റ് വാങ്ങിയ ഒരു പുതിയ വ്ളോഗായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ നാളത്തെ കാര്യം നിങ്ങൾ മറക്കണ്ട. നമ്മള് ഇന്ന് നടക്കാത്തൊരു സാധനം ഉണ്ടല്ലോ, ദാ ഈ റിങ്ങലായിട്ട് ഞാൻ വന്നില്ല. ഈ റിങ് ഞാൻ നാളെ ഇടും, പക്ഷെ വേറെ ഡ്രസ്സായിരിക്കും. അപ്പൊ പാക്കലാം കാശ് നാളെ നടക്കുമെന്നുള്ള. ബൈ ബൈ.